വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമര ചൂടിൽ എരിഞ്ഞ രാജ്യ തലസ്ഥാനം. പാർലമെന്റ് മാർച്ചിന് നേരെ ഡൽഹി പോലീസ് നടത്തിയ നരനായാട്ടിന് പിന്നാലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേരാണ് ജന്തർ മന്ദറിലേക്ക് ഒഴുകിയെത്തുന്നത്. രാജ്യം ഉണർന്ന് എഴുന്നേൽക്കുകയാണെന്നും എപ്പോഴാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുകയെന്നും അഭിജിത് ദീപ്കെ ചോദിച്ചു. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് പെല്ലറ്റ് ഉപയോഗിച്ചതിന്റെ തെളിവുകൾ പുറത്തുവന്നു. മാർച്ചിനിടെ ഉണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ള 20-കാരിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. അനാവശ്യമായി നിങ്ങളുടെയും സമയം കളയരുത് എന്നായിരുന്നു പോലീസ് നടപടിയിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയോടുള്ള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ പ്രതികരണം. ഒരു മാസത്തിലേറെയായി തുടരുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിൽ ഇളകി മറിയുകയാണ് രാജ്യ തലസ്ഥാനം. തിങ്കളാഴ്ച പാർലമെന്റിലേക്ക് നടത്തിയ സമാധാനപരമായ മാർച്ചിന് നേരെയുണ്ടായ പോലീസ് നരനായാട്ടിനു പിന്നാലെ സമരത്തിന് പിന്തുണയേറി. രാവിലെ മുതൽ തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൂട്ടമായി യുവാക്കൾ ജന്തർ മന്ദറിലെ സമരവേദിയിലേക്ക് ഒഴുകിയെത്തുകയാണ്. ഇൻക്വിലാബ് മുഴക്കി സമരവേദിയിലെത്തിയവർ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം അറിയിച്ചു. നിരവധി മലയാളി യുവാക്കളും സമരവേദിയിലേക്ക് എത്തുന്നുണ്ട്. സമരം നമ്മളെ ഫ്യൂച്ചറിന് വേണ്ടി തന്നെ, പാർട്ടിയും മതമൊന്നുമില്ല, എല്ലാവരും. വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കിയ നീറ്റ് അടക്കമുള്ള പരീക്ഷാ ക്രമക്കേടുകളുടെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CJP. മറ്റനുനയങ്ങൾക്കൊന്നും CJP തയ്യാറല്ല. രാജ്യമുണർന്നെഴുന്നേറ്റ് എപ്പോഴാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുന്നതെന്നും CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ ചോദിച്ചു. അതിനിടെ CJP പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് പെല്ലറ്റ് ഉപയോഗിച്ചതിന് തെളിവായി ചിത്രങ്ങളും ദൃശ്യങ്ങളും പുറത്തുവന്നു. സമരത്തിൽ പങ്കെടുത്ത 25-കാരനായ ഷെയ്ഖ് ഇർഷാദ് മൻസൂരി ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. പെല്ലറ്റ് കൊണ്ട് ശരീരത്തിലാകെ മുറിവേറ്റ യുവാവിന്റെ വീഡിയോ CJP വക്താവ് സൗരവ് ദാസും എക്സിൽ പങ്കുവച്ചു. രാജ്യത്തെ യുവാക്കളോട് മോദി സർക്കാർ കാണിച്ചത് കൊടും ക്രൂരതയെന്ന് CJP കുറ്റപ്പെടുത്തി. എന്നാൽ യുവാവിന് പരിക്കേറ്റത് പെല്ലറ്റ് കൊണ്ടാണെന്ന് ആശുപത്രി അധികൃതർ അടക്കം സ്ഥിരീകരിച്ചിട്ടും ഇക്കാര്യം നിഷേധിക്കുകയാണ് ഡൽഹി പോലീസ്. പെല്ലറ്റ് ഉപയോഗിച്ചെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്നും വ്യാജ പ്രചാരണം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഡൽഹി പോലീസ് അറിയിച്ചു. പോലീസ് നടപടിക്കിടെ പരിക്കേറ്റ 20-കാരി സാക്ഷിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. മുഖത്തും നെഞ്ചിനും കഴുത്തിനും പരിക്കേറ്റ സാക്ഷി നിലവിൽ വെന്റിലേറ്ററിലാണ്. പുനർനിർമ്മിച്ച സമരപ്പന്തലിന് സമീപം കൂട്ടിയിട്ട ചെരുപ്പും ഷൂസും പോലീസ് ക്രൂരതയുടെ ബാക്കിപത്രമാകുകയാണ്. എന്നാൽ പോലീസ് നടപടിയിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അടിയന്തരമായി ഇടപെടാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. ഞങ്ങളുടെയും നിങ്ങളുടെയും സമയം കളയരുതെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു. സമരത്തിന്റെ ഒരു ദൃശ്യങ്ങളും കാണേണ്ടെന്നായിരുന്നു വിഷയം ഉന്നയിച്ച അഭിഭാഷകനോടുള്ള ചീഫ് ജസ്റ്റിസിന്റെ മറുപടി. അതിനിടെ സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് ഡൽഹിയിൽ പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചു. 20 കമ്പനി കേന്ദ്രസേനയെ ബംഗാളിൽ നിന്ന് എയർലിഫ്റ്റ് ചെയ്ത് ഡൽഹിയിലെത്തിച്ചു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തിന് പിന്നാലെയാണ് നടപടി. ഡൽഹിയിൽ 16 മെട്രോ സ്റ്റേഷനുകൾ അടച്ചു. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ മെട്രോ സ്റ്റേഷനുകൾ തുറക്കരുതെന്നാണ് നിർദ്ദേശം. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.